സ്ക്വിഡ് ഗെയിമിൻ്റെ തീമിലുള്ള ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന്. സ്ക്വിഡ് ഗെയിം എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്ലൈൻഡ് ബാഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്താണ് ബ്ലൈൻഡ് ബാഗ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, കണ്ടു നോക്കുക. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താണോ തീമുള്ളത് അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. സ്ക്വിഡ് ഗെയിമിൻ്റെ തീമിലുള്ളതായതുകൊണ്ട് തന്നെ മുകളിലായിട്ട് സ്ക്വിഡ് ഗെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ ഇതുപോലെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇത് ഫ്രണ്ട് പേജ് മുഴുവനും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ബാഗ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സെലോ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. മുകൾ ഭാഗത്തെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഒട്ടിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഇത് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് മുറിക്കേണ്ട ഭാഗത്തിൻ്റെ സ്ഥലത്ത് ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഐറ്റംസ് ആയിട്ട് ഞാൻ 2 സ്ക്വീഷിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വന്നിട്ട് ആ പിങ്ക് സോൾജറിൻ്റെ സ്ക്വീഷിയാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ആ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്നുള്ള ഗെയിമിൻ്റെ അകത്ത് വരുന്ന റോബോട്ടിനെയാണ് ഉണ്ടാക്കുന്നത്. സ്ക്വീഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ട് 2ആക്കി മടക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഏത് പിക്ചറാണ് വരയ്ക്കേണ്ടത് അത് വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാഗിൽ ഇടുന്നതായതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെറിയ സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്യുന്ന 2ാമത്തെ ബ്ലൈൻഡ് ബാഗാണ്. ആദ്യത്തെ വന്നിട്ട് ക്രിസ്മസ് തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ആയിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്ക്വീഷിക്കൊക്കെ എത്ര സൈസ് വേണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആക്കിയപ്പോൾ കുറച്ച് വലുതായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗിലിട്ടപ്പോൾ ബാഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചെറിയ സൈസിലുള്ള സ്ക്വീഷിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് 2 പിക്ചറും വരച്ചെടുത്തിട്ട് ലാസ്റ്റായിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. സ്ക്വീഷി മുറിച്ചെടുക്കുമ്പോൾ 2 ടൈപ്പിൽ മുറിച്ചെടുക്കാം. ഒന്ന് ഈ പിക്ചറിൻ്റെ അതേ സൈസിലും അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് ഈ പിക്ചർ വരുന്ന രീതിയിൽ മുറിച്ചെടുക്കാം. സ്ക്വയറിൻ്റെ ഉള്ളിൽ ഈ പിക്ചർ വരുന്ന രീതിയിൽ മുറിച്ചെടുക്കുമ്പോഴാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമാവുന്നത്. പക്ഷെ ഞാനിവിടെ ഇതേ ഷേപ്പിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒട്ടിച്ചതുപോലെ ആദ്യം സെലോ ടേപ്പ് ഒട്ടിക്കണം എന്നൊന്നുമില്ല. ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചാലും മതി. നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്യുമ്പോൾ മുറിച്ചെടുക്കുന്നത് പോലെ കുറച്ച് വൈറ്റ് പോർഷൻ ബാക്കി വെച്ചിട്ട് പിക്ചറിൻ്റെ അതേ ഷേപ്പിൽ ബാക്കി ഭാഗം മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ആ സെലോ ടേപ്പിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് മുന്നിലേക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ഞി നിറക്കേണ്ടതാണ്. അപ്പോൾ ഇതും ഒരു ബാഗ് പോലെ തന്നെ ആക്കിയെടുക്കണം. ഞാനിത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് മനസ്സിലാവും. ബാക്കിൽ ഒട്ടിച്ച സെലോ ടൈപ്പിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ടിട്ട് മുന്നിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ക്ലോസ് ആയിട്ട് വന്നോളൂ. പിന്നെ ലാസ്റ്റോട്ട് എത്തുമ്പോൾ പഞ്ഞി നിറച്ചിട്ട് ആ ഭാഗം കൂടി ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
അങ്ങനെ ഇത് ആ പിങ്ക് സോൾജറിൻ്റെ സ്ക്വീഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ആ റോബോട്ടിൻ്റെ സ്ക്വീഷിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ പിങ്ക് സോൾജിയേഴ്സിന് 3 തരത്തിലുള്ള മാസ്കാണ് ഉള്ളത്. സ്ക്വയർ ഷേപ്പിലുള്ളതും ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളതും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്ക്വീഷിക്ക് സ്ക്വയർ ഷേപ്പിലുള്ള മാസ്കാണ് ഉള്ളത്. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ 3 സ്ക്വീഷി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഓരോ മാസ്ക് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന 2 മാസ്കിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ കാൻഡിൻ്റെ അതേപോലുള്ള ഒരു ഐറ്റമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ സ്റ്റാറിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അതേ കളറിലുള്ള പെയിൻറ് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്ക്വിഡ് ഗെയിമിൽ ഉണ്ടായിരുന്ന ആ ഗെയിം പോലെ തന്നെ ഈ സ്റ്റാർ ഷേപ്പ് പൊട്ടാതെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ ബാഗിനുള്ളിൽ ഇടുന്ന ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബാഗ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഷുഗർ കാൻഡി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സേഫ്റ്റി പിന്നോട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗമൊന്നും ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് അതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ബ്ലൈൻഡ് ബാഗ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എഴുതിയ ഹെഡിങ് കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് അതൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ലെജൻഡറി കാറ്റഗറിയിൽ വരുന്ന രീതിയിലാണ് ഈ ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഇത് എല്ലാ ഐറ്റംസും ബാഗിൻ്റെ ഉള്ളിലേക്കാക്കി ഇട്ടിട്ട് ബാഗ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.